ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു വെറൈറ്റി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഒരു അടിപൊളി അച്ചാറാണ്. നമ്മൾ സാധാരണ വഴുതനങ്ങ വെച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറില്ല, ചട്നിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, തീരെ വെക്കാറുണ്ട്. പക്ഷേ ഈ വഴുതനങ്ങ വെച്ചുള്ള ഒരു പിക്കിളാണിത് കേട്ടോ. അച്ചാറാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു. ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് 2 കത്തിരിക്ക എന്ന് ചിലർ പറയും വഴുതനങ്ങ എന്ന് പറയും. എന്തുമായാലും 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അതാ ഇവിടെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരപ്പ് പുരട്ടി ഒന്ന് വെക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴുതനങ്ങയിലൊന്ന് യോജിപ്പിക്കും. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇതിലൊന്ന് പിടിക്കണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലെണ്ണയാണെങ്കിലും മതി കേട്ടോ. നമ്മൾ പിക്കിളിനൊക്കെ സാധാരണയായിട്ട് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമല്ല, ഇത് ഒരുപാട് ദിവസമൊന്നും ഇരിക്കത്തില്ല. ഇത് ഇന്ന് തന്നെ ഇവിടെ തീരും കേട്ടോ. അതുകൊണ്ട് ആണ് വെളിച്ചെണ്ണ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയിൽ ഇത് ഉണ്ടാക്കാവുന്നതാണ്. അത് നമ്മുടെ വഴുതനങ്ങയൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ ഒരു സൈഡ് ഒന്ന് റെഡിയായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അതിനുശേഷം നമുക്കിത് കോരി മാറ്റാം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിന് കോരി മാറ്റാം. എല്ലാം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് വഴുതനങ്ങ വറുത്തെടുത്തത് കേട്ടോ. ഇത് വറുത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. നമ്മൾ ആദ്യം കാണുമ്പോൾ ഒത്തിരി ഉള്ളതായിട്ട് തോന്നുമെങ്കിലും വറുത്ത് കഴിയുമ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ലാസ്റ്റ് ഇട്ട വഴുതനങ്ങ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് കോരി മാറ്റാം. അതിനുശേഷം ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് വഴുതനങ്ങ വറുത്ത എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ആ എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞ് വരണം. ഇതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു 4 ഉണക്കമുളക് 2ആയിട്ട് കീറിയത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിനകത്ത് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ അച്ചാറിൽ ചെറിയ ഉള്ളി ചേർക്കാറില്ല, പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 7 അല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. മുളക് പൊടി ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് പരിപ്പാണ് ചേർത്തത്, അല്ലെങ്കിൽ കടുക് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരപ്പൊക്കെ ഒന്ന് മൂത്ത് വരണം. അരപ്പൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ.
മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിനി വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ചേർക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. വഴുതനങ്ങയ്ക്കകത്ത് നമ്മൾ ഉപ്പ് ചേർത്തതാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് പുളിവെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അരപ്പെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ, കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് തിളയ്ക്കട്ടെ. ഈ അരപ്പൊക്കെ വഴുതനങ്ങയിലൊന്ന് പിടിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവും പുളിവും മധുരവും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വഴുതനങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.